ഷാഫി ചാലിയം പണ്ട് വി എസ് അച്യുതാനന്ദൻ കളിയാക്കിയിട്ടുണ്ട് UDF എന്ന് പറഞ്ഞാൽ കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി എന്നതാണ് എന്ന്. അതിലൊരു സംഗതി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും മുസ്ലിം ക്രിസ്ത്യൻ കോമ്പിനേഷൻ വളരെ കൃത്യമായി വരുമ്പോഴാണ് UDF വലിയ വിജയങ്ങൾ നേടുക. കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം അങ്ങനെയാണ്. ന്യൂനപക്ഷങ്ങൾ വലിയൊരു പങ്ക് ഇടത് വിരുദ്ധ നിലപാടുള്ളവരാണ്. ആ രണ്ട് വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികൾ എന്ന നിലയിലാണ് ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും പ്രസക്തിയും. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ബാലൻസിന്റെ കുറവുണ്ട്. അവിടെ ഒരു സി ഫാക്ടർ കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നൊരു ചിന്തയിൽ UDF കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ യഥാർത്ഥ കത്തോലിക്ക പാർട്ടിയെ ക്ഷണിക്കുന്നതായിക്കൂടെ? അതായത് അഭിലാഷേ, മാണി സി ക്യാപ്റ്റൻ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വന്ന് എന്തിനു കണ്ടു എന്നാണ് നമ്മുടെ CPM പാനലിസ്റ്റ് ഇവിടെ പറയുന്നത്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരള രാഷ്ട്രീയത്തിലെ ഒരു ഉന്നത വ്യക്തിയാണ്. അദ്ദേഹത്തെ കാണാൻ എത്ര ഇടതുപക്ഷ മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗങ്ങൾ വരെ വരുന്നുണ്ട്. ഈ അടുത്താണ് ഞാനവിടെ ചെന്നപ്പോൾ ശിവൻകുട്ടിയല്ലോ. മറ്റൊരിക്കൽ ഞാൻ ചെല്ലുന്ന സമയത്ത് കടന്നപ്പള്ളി രാമചന്ദ്രനുണ്ട്. മലപ്പുറം വഴി പോകുന്ന എല്ലാ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോയി സന്ദർശിക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ്. PK കുഞ്ഞാലിക്കുട്ടി UDFിലെ ഏറ്റവും ഉന്നത നേതാവാണ്. UDFിലെ ഒരു ഘടകകക്ഷിയായ മാണി സി ക്യാപ്റ്റൻ അദ്ദേഹം മലപ്പുറം വഴി കടന്നു പോയപ്പോൾ അദ്ദേഹം പോയി കാണും, ചർച്ച ചെയ്യും. പക്ഷെ അതിനുശേഷം PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വാർത്താലേഖകരോട് പറഞ്ഞെന്താ, കൃത്യമായി പറഞ്ഞെന്താണ്? തികച്ചും ഇവിടെ വന്നു എന്നെ കണ്ടു, അത് ഒരു സൗഹൃദ സന്ദർശനാണ്, അതിൽ വേറൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറയുണ്ടായി. അതുപോലെ ജേക്കബ് ജോർജ് സാറ് പറയുണ്ടായി, ഈ മുസ്ലിം ലീഗിന് മുസ്ലിം മന്ത്രിമാരുടെ എണ്ണം കൂടിയാൽ അത് ക്രിസ്ത്യാനികൾക്ക് വേദനിക്കും. അങ്ങനെ ഉണ്ടോ ജേക്കബ് സാറ്? കഴിഞ്ഞ UDFിൻ്റെ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ടായി, ശരിയാണ്. പക്ഷേ മുഖ്യമന്ത്രി അടക്കം മറ്റു മന്ത്രിമാരുടെ മതം നോക്കിയാൽ ക്രിസ്ത്യാനികളെക്കാളും വലിയ വിഭാഗമാണ് മുസ്ലിങ്ങൾ. പക്ഷേ ആ UDF മന്ത്രിസഭയിലും മുഖ്യമന്ത്രി അടക്കം ക്രിസ്ത്യൻ സമുദായ അംഗങ്ങൾക്ക് ആയിരുന്നു ഭൂരിപക്ഷം. അതിൽ ഞങ്ങൾ വല്ലതും പരിധരിച്ചോ? പരിഭവം പറഞ്ഞു. ഇപ്പോഴത്തെ ഇടതുപക്ഷ മന്ത്രിസഭയിൽ ഈ മുസ്ലിം സമൂഹത്തിനാണോ ക്രിസ്ത്യൻ സമൂഹത്തിനാണോ മന്ത്രിമാരുടെ എണ്ണം കൂടുതലുള്ളത്? എന്തെങ്കിലും ഞങ്ങൾ ഒരു മുസ്ലിം ലീഗിൻ്റെ ഫ്രെയിമിൽ നിന്ന് ഞങ്ങളോ മുസ്ലിം സംഘടനകളോ ആരെങ്കിലും ക്രിസ്ത്യാനികളെക്കാളും വളരെ കുറഞ്ഞതാണ് മുസ്ലിങ്ങൾക്ക് മന്ത്രിസഭാ പ്രാതിനിധ്യം എന്ന് എവിടെയെങ്കിലും ആരോപിച്ചോ? ഞങ്ങളൊന്നും സാരാക്കുന്നില്ല. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പ്രഗത്ഭപതികളായ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാർ AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയെ കേരളത്തെ സംബന്ധിച്ച് അദ്ദേഹം ഏത് സമുദായക്കാരനാണ് എന്നതാണ് പ്രശ്നം. ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ് ഉമ്മൻചാണ്ടി ക്രിസ്ത്യാനിയായി എന്നത് ഞങ്ങളാരും നോക്കുന്നുണ്ടോ? KM മാണി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മഹാനായ മനുഷ്യനാണ്. ഞങ്ങളുടെ നേതാവ് ഡോക്ടർ MK മുനീറിനോട് കേരള രാഷ്ട്രീയ പാർട്ടികളിലെ എല്ലാ നേതാക്കളും ഒരു വാത്സല്യം കാണിക്കാറുണ്ട്. എന്തായിരിക്കാം, ഈവൻ ജേക്കബ് ജോർജ് പോലും. എന്നാൽ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ മകനായതുകൊണ്ട്. അതുപോലെ തന്നെ മാണി സാർ എന്ന ഞങ്ങളുടെ എക്കാലത്തും ഈ കേരളത്തിലെ സാമുദായിക സ്പർദ്ധ ഒന്നുമില്ലാതെ ഈ കമ്മ്യൂണിറ്റിയെ, കേരളത്തിലെ മലയാളി എന്ന കമ്മ്യൂണിറ്റിയെ കൊണ്ടുപോകുന്നതിൽ വലിയ പങ്കുവഹിച്ച മഹാനായൊരു നേതാവാണ് KM മാണി. മരിക്കും വരെ KM മാണിയെ ഇടതുപക്ഷം ഉൾക്കൊണ്ടിട്ടില്ല. ആ KM മാണിയുടെ മകനായ ജോസ് K മാണിയോട് ഞങ്ങൾക്ക് എന്തുണ്ട്, ഒരു MK മുനീറിനോട് കാണിക്കുന്ന ഒരു കാരുണ്യപരമായ ഒരു സമീപനമുണ്ട്. അത് രാഷ്ട്രീയമല്ലത്, അത് ആദ്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ UDFിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത്തെ ഇന്നത്തെ ഈ ചർച്ചയുടെ ത്രെഡ് എന്താണ്? കേരള കോൺഗ്രസ് മാണി വിഭാഗം വരുന്നത് കൊണ്ട് മാണി വിഭാഗത്തിനുള്ള നേട്ടങ്ങൾ എന്താണ്, കോട്ടങ്ങൾ എന്താണ് നിങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാണി സാറ് 2016 മുന്നണി വിടുന്നത്. 2019 അദ്ദേഹം മരിക്കും വരെ ഇടതുപക്ഷത്തേക്ക് അദ്ദേഹം പോയിട്ടില്ല, അദ്ദേഹത്തെ കൂട്ടിയിട്ടുമില്ല, നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് മാണി സാറിൻ്റെ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം UDFിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് സന്തോഷം നൽകുന്ന വാർത്ത. ശരി, ഓക്കെ, നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാം.